കോഴിക്കോട് താമരശ്ശേരിയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന്റെ കൊലപാതകത്തിൽ പ്രതികളുടെ വീടുകളിൽ പോലീസ് റെയ്ഡ്. 4 ഫോണുകൾ പിടിച്ചെടുത്തു. കൊലപാതകത്തിൽ കൂടുതൽ പേരുടെ മൊഴിയെടുക്കാൻ പോലീസ് ഇപ്പോൾ ശ്രമിക്കുകയാണ്. സംഘടനം നടന്ന സ്ഥലത്തുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ, കച്ചവടക്കാർ തുടങ്ങിയവരുടെ മൊഴിയാണ് രേഖപ്പെടുത്തുക. കേസിൽ പിടിയിലായ 5 വിദ്യാർത്ഥികൾക്ക് പുറമെ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നും പരിശോധിക്കും. MS അനീഷ് കുമാർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അനീഷ്, റെയ്ഡുകൾ തുടരുകയാണ്, ഒപ്പം കൂടുതൽ പങ്കാളിത്തം അന്വേഷിക്കുകയും ചെയ്യുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? രഞ്ജിത്ത്, 5 പ്രതികളുടെയും വീടുകളിൽ പോലീസ് പരിശോധന നടത്തുന്നു, അല്ലെങ്കിൽ റെയ്ഡ് നടത്തുന്നു എന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം പോലീസ് പാർട്ടി ഇവിടെ ഉള്ളത്. ഈ ചില ഐഡന്റിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. പോലീസ് വാഹനം കിടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. നേരത്തെ 4 മൊബൈൽ ഫോണുകൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പിടിച്ചെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രതികളുടെ വീടുകളിൽ ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ മരിച്ച ഷഹബാസിന്റെ കുടുംബം ആരോപിച്ചതനുസരിച്ച് രക്ഷകർത്താക്കൾ അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ ഇടപെട്ടിരുന്നു. അവർ സാക്ഷിയാക്കിയാണോ ഇത്തരത്തിൽ മർദ്ദനം നടന്നത് എന്ന ഒരു ആരോപണമാണ് അവർ പങ്കുവച്ചത്. ഒപ്പം ഈ നെഞ്ചക്ക് പോലുള്ള ചില ഉപകരണങ്ങൾ ഉപയോഗിച്ചു, ചില ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ഈ മർദ്ദനം നടന്നതെന്ന പരാതിയും അവർ മുന്നോട്ട് വെച്ചിരുന്നു. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടെത്തുകയാണ് പരിശോധനയുടെ ലക്ഷ്യമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എല്ലാ പ്രതികളുടെയും വീടുകളിൽ ഇതിനകം തന്നെ രാവിലെ തന്നെ പോലീസ് സംഘം എത്തിയിട്ടുണ്ട്. അവർ കൃത്യമായ സെർച്ച് വാറന്റ് അടക്കമായാണ് എത്തിയിരിക്കുന്നത്. നാട്ടുകാരായ ആളുകളെ മാസ്റ്റർ സാക്ഷികളാക്കി പഞ്ചായത്ത് അംഗത്തിന്റെയും മറ്റുമൊക്കെ സാന്നിധ്യത്തിലാണ് ഇത്തരമൊരു പരിശോധന നടത്തിയിരിക്കുന്നത്. എന്തായാലും അതിന്റെ 2ാം ഘട്ടത്തിലേക്ക് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നു. നേരത്തെ തന്നെ ഈ കുറ്റകൃത്യത്തിൽ പങ്കാളികളായ 5 പ്രതികളെ കസ്റ്റഡിയിലെടുത്തിരുന്നു. അവരെ പിന്നീട് ജുവനൈൽ ബോർഡിനു മുമ്പാകെ ഹാജരാക്കുകയും കെയർ ഹോമിലേക്ക് മാറ്റുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിന് പിന്നാലെയാണ് മറ്റ് ആരെങ്കിലും പ്രതികൾ ഇക്കാര്യത്തിൽ ഉണ്ടോ, അവരുടെ ഇടപെടലുകൾ ഉണ്ടോ എന്ന് കണ്ടെത്തുന്നതിനുള്ള പരിശോധനകളും സാക്ഷികളെ അടക്കം മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കങ്ങളും പോലീസ് ആരംഭിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു തുടർച്ച എന്നവണ്ണമാണ് ഇപ്പോൾ ഈ പ്രതികളുടെ വീടുകളിലുള്ള പോലീസ് പരിശോധന. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. 4 ഫോണുകൾ ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നു. റൂറൽ എസ്പിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ റെയ്ഡിലാണ് ഈ ഫോണുകൾ പിടിച്ചെടുത്തിരിക്കുന്നത്. കൂടുതൽ ആളുകളുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്താൻ ഒരുങ്ങുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് അനീഷ്, കൂടുതൽ പങ്കാളിത്തം ഈ കേസിൽ പോലീസ് മനസ്സിലാക്കുന്നുണ്ട്. കാരണം ട്യൂഷൻ സെന്ററിന്റെ സമീപത്തുള്ള കടകളിലെ മറ്റ് CCTVകളൊക്കെ പോലീസ് ഇതിനകം പരിശോധിച്ചു കഴിഞ്ഞു. ഈ സംഘടനയുമായി ബന്ധപ്പെട്ട ഏതാണ്ട് പ്രധാനപ്പെട്ട വിവരങ്ങളൊക്കെ പോലീസിന് ലഭ്യമായി കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ 5 പേരിന് അപ്പുറത്തുള്ള ആളുകളിലേക്ക് കൂടി അന്വേഷണം എത്തിയേക്കാം, അല്ലേ? തീർച്ചയായും ഒരുപക്ഷെ എത്താനുള്ള സാധ്യതകൾ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇതിന്റെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം എത്താനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല. കാരണം 2 തവണയാണ് ഇതുമായി ബന്ധപ്പെട്ട സംഘർഷമുണ്ടായത്. ഒന്ന്, ഈ ട്യൂഷൻ ക്ലാസ്സിലുണ്ടായ സംഭവങ്ങളുടെ തുടർച്ചയായി കൂൾബാറിന് സമീപം വ്യാഴാഴ്ച വൈകുന്നേരം ആദ്യം വിദ്യാർത്ഥികൾ എത്തുന്നു. അവിടെ വെച്ച് ആദ്യ 1 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു സംഘർഷം ഉണ്ടാവുന്നു. അതിനുശേഷം പ്രമുഖമായ ഒരു മാളിന്റെ മുന്നിലേക്ക്, പട്ടണത്തിൽ തന്നെയുള്ള ഒരു മാളിന്റെ മുന്നിലേക്ക് പോവുകയും അവിടെ വെച്ചും സംഘർഷം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതിൽ ഏത് സമയത്താണ് കൂടുതൽ പരിക്ക് പറ്റിയത് എന്നതിനെക്കുറിച്ചൊരു കൃത്യമായ ചിത്രം ലഭിക്കണം. അതിന് ഈ സംഘർഷത്തിൽ ഉൾപ്പെട്ട കുട്ടികളെ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. ഈ കൂൾബാറിലെ ജീവനക്കാർ, മാളിന്റെ സമീപത്തുണ്ടായിരുന്ന ആളുകൾ എന്നിവരെയൊക്കെ കണ്ടെത്തി അവരുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. നിലവിൽ ഈ 5 പ്രതികളിലേക്ക് എത്തിയത് ഒരു പ്രധാന പ്രതി ഇൻസ്റ്റയിൽ ഇട്ട സന്ദേശം, ഇൻസ്റ്റാ ഗ്രൂപ്പിൽ ഇട്ട ഒരു സന്ദേശം അനുസരിച്ച് 3 കുത്ത് ഞാൻ കുത്തി, പക്ഷേ അവൻ തീരെ കരുത്തില്ലാത്തവനായി പോയി എന്ന രീതിയിലൊക്കെ പറയുന്ന ഒരു കാരണം. പിന്നെ ഷഹബാസിനെ കൊല്ലണമെന്ന് കരുതിയാൽ കൊല്ലും എന്നൊക്കെ പറയുന്ന ചില സന്ദേശങ്ങൾ. അങ്ങനെ സന്ദേശം അയച്ച ആ പ്രതിയാണ് 1ാം പ്രതിയായി കണക്കാക്കുന്നത്. അയാളെ പിടിച്ചപ്പോൾ തന്നെ, ആ കുട്ടിയെ പിടിച്ചപ്പോൾ തന്നെ മറ്റു കുട്ടികളുടെ പേരുകളും പറഞ്ഞു. അങ്ങനെയാണ് 5 പ്രതികളിലേക്ക് പോലീസ് എത്തിയത്. ഇതിനപ്പുറം മറ്റു പ്രതികളുണ്ടോ, ഈ സംഘർഷത്തിൽ ആരൊക്കെ പങ്കെടുത്തു, എന്താണ് ട്യൂഷൻ സെന്ററിൽ നടന്നത് എന്നിവയെക്കുറിച്ചൊക്കെയുള്ള വളരെ വിശദമായ അന്വേഷണങ്ങളിലേക്ക് പോലീസ് കടക്കും. എന്തായാലും ആയുധങ്ങൾ അടക്കമുള്ളവ കണ്ടെത്തുന്നതിനായി, മൊബൈൽ ഫോണുകൾ അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുന്നതിനായാണ് ഇപ്പോൾ പോലീസ് ഈ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 4 മൊബൈൽ ഫോണുകൾ ഇതിനകം പിടിച്ചെടുത്തു എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നു. മറ്റ് ഈ നെഞ്ചക്ക് പോലുള്ള ഉപകരണങ്ങൾ, മറ്റ് എന്തെങ്കിലും ആയുധങ്ങളൊക്കെ ഈ പ്രതികളുടെ വീടുകളിൽ ഉണ്ടോ എന്ന് കണ്ടെത്താനുള്ള നിർണായകമായ പരിശോധനയാണ് ഇപ്പോൾ തുടരുന്നത്. അതാണ് സാഹചര്യം. ആയുധങ്ങൾ, നെഞ്ചക്ക് ഉപയോഗിച്ചുള്ള ആക്രമണമാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്ന് മനസ്സിലായിരുന്നു. കാരണം ഈ പറഞ്ഞതുപോലെ ഗുരുതരമായ പരിക്ക് തലയ്ക്ക് പുറകെ ഏറ്റിട്ടുണ്ട്.
തോളലിനടക്കം പരിക്കുണ്ട്, ആന്തരിക അവയവങ്ങൾക്ക് കാര്യമായ മർദ്ദനമേറ്റ പശ്ചാത്തലമുണ്ട്, രക്തസ്രാവവും മറ്റുമുണ്ടായിരുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇതെല്ലാം കൂടി ചേർത്താണ് ഈ മരണം സംഭവിച്ചത് എന്ന വളരെ കൃത്യമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പോലീസിന്റെ പക്കലുണ്ട്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ റെയ്ഡുകൾ പുരോഗമിക്കുന്നത്, ആയുധങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നത്. അത് 5 വിദ്യാർത്ഥികളുടെയും വീട്ടിൽ റെയ്ഡുകൾ നടക്കുന്നുണ്ട്, ഫോണുകളടക്കം പിടിച്ചെടുത്തിട്ടുണ്ട്. കൂടുതൽ അന്വേഷണ വഴികളിലേക്ക് പോലീസ് കടക്കുകയുമാണ്. MS സനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇതിനിടെ ഈ മരിച്ച കുട്ടിയുടെ അച്ഛൻ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. പ്രതികൾ സ്വാധീനമുള്ളവരാണെന്നാണ് ആരോപണം. അവർ കേസിൽ നിന്ന് രക്ഷപ്പെടുമെന്നും എല്ലാവരും പറയുന്നെന്നും കൊല്ലപ്പെട്ട ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ പറഞ്ഞു. പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കണം, ഒരായുധമല്ല പല ആയുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണമെന്നും ഇക്ബാൽ പറഞ്ഞു. ചെറിയ കുട്ടിയുണ്ട്, അവനൊരു പ്രതീക്ഷ വീട്ടിൽ നിന്നാക്കി കഴിഞ്ഞാൽ മൂത്ത മകനാണ്, അവനവിടെ ആക്കി പോവാ എന്നുള്ള ഒരു പ്രതീക്ഷ ഞമ്മക്കുണ്ടായിരുന്നു. അതുവരെ നഷ്ടപ്പെട്ട് ഇപ്പം ഭാര്യ എവിടെ കിടക്കുന്ന സ്വയബോധമല്ലാതെ ചെറിയ കൊച്ചിനെ ഞാനെടുത്ത് പോകാൻ കഴിയുന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് പോണ്. നികുതി പീഠം അവർക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കും. സ്വാധീനിച്ച് അതിൽ പങ്കെടുത്ത ഈ പ്രശ്നമായിട്ട് പങ്കെടുത്ത ആളുകളിൽ ഞാൻ അറിയാൻ കഴിഞ്ഞത് രാഷ്ട്രീയത്തിൽ വളരെ പിടിപാടുള്ള ആളുകളാണ്. അവർ